ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ബഷീർ ദിന ക്വിസാണ്. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. മണ്ടൻ മുത്തപ്പ ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഉത്തരം മുച്ചീട്ട് കളിക്കാരന്റെ മകൾ. തേന്മാവ് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം ബഷീറിന്റെ ആത്മകഥയുടെ പേരാണ് ഓർമ്മയുടെ അറകൾ. ഭാർഗവി നിലയം എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? ഉത്തരം ആന്റണി വിൻസെന്റ് ആണ് ഭാർഗവി നിലയം എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനം ഏതായിരുന്നു? ഉത്തരം സോജ രാജകുമാരി എന്ന ഗാനമായിരുന്നു ബഷീറിന്റെ പ്രിയപ്പെട്ടത്. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിലേറ്റിയപ്പോഴാണ് ബഷീർ കോഴിക്കോട് ജയിലിൽ 3 ദിവസം നിരാഹാര സത്യാഗ്രഹം നടത്തിയത്? ഉത്തരം ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയപ്പോൾ. ബഷീറിന്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം പെരുമ്പടവം ശ്രീധരനാണ് ബഷീറിന്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചത്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന മലയാളത്തിലെ എഴുത്തുകാരൻ ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീറാണ് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2024 80 വർഷം പൂർത്തിയാക്കിയ ബഷീറിന്റെ നോവൽ ഏതാണ്? ഉത്തരം ബഷീറിന്റെ ബാല്യകാല സഖി എന്ന നോവൽ. ബഷീറിന്റെ ആനവാരിയും പൊൻകുരിശും എന്ന കൃതിയിലെ കഥാപാത്രത്തിന്റെ പേര് എഴുതുക. ഉത്തരം കൊച്ചു നീലാണ്ടൻ, പാറുക്കുട്ടി എന്നിവർ ബഷീറിന്റെ ആനവാരിയും പൊൻകുരിശും എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ്. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം ഏതാണ്? ഉത്തരം യാ ഇലാഹി. ബഷീറിന്റെ ആത്മകഥയായ ഓർമ്മയുടെ അറകൾ എന്ന കൃതി രചിച്ചത് എന്നാണ്? ഉത്തരം 1973. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീറാണ് എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത്. ബഷീറിന് ഇന്ത്യൻ ഗവൺമെന്റ് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1982. ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. മാരായ എന്ന കഥയ്ക്ക് ആർക്കാണ് ബഷീർ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം ടി പത്മനാഭൻ. ബാല്യകാല സഖി എന്ന ചിത്രത്തിൽ നായകനായി അഭിനയിച്ചത് ആരാണ്? ഉത്തരം മമ്മൂട്ടി. 1992 ബഷീറിന്റെ ഏത് കൃതിയാണ് പ്രസിദ്ധീകരിച്ചത്? ഉത്തരം ചെവിയോർക്കുക അന്തിമ കാഹളം. ബഷീറിന്റെ ഭാര്യ ഫാബി ബഷീറിന്റെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം ഫാത്തിമ ബീവി. ബഷീർ ബാല്യകാല സഖി എന്ന നോവൽ ഏത് ഭാഷയിലാണ് ആദ്യം എഴുതിയത്? ഉത്തരം ഇംഗ്ലീഷ് ഭാഷ. ഫാത്തിമ ബീവി അവരുടെ എത്രാമത്തെ ജന്മദിനത്തിലാണ് അന്തരിച്ചത്? ഉത്തരം 78ാം ജന്മദിനത്തിൽ. ചിരിക്കുന്ന മരപ്പാവ എന്ന കഥ ബഷീർ പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1975. ബഷീർ രചിച്ച ലേഖനങ്ങളിലൊന്നായ അനർഘ നിമിഷം പ്രസിദ്ധീകരിച്ചത് എന്നാണ്?
ഉത്തരം 1946 അനർഘ നിമിഷം പ്രസിദ്ധീകരിച്ചത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ. വീഡിയോ ഉപകാരപ്രദമായാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.